100 വർഷം സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ 100 വർഷം തികയുന്ന വേളയിൽ സാറിന് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള കലാകാരന്മാരിൽ ആരായിരിക്കും? അല്ല, ഞാൻ ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ സിനിമയ്ക്ക് 100 വയസ്സായെങ്കിലും മലയാള സിനിമയ്ക്ക് 75 വയസ്സായിട്ടുള്ളൂ. നമ്മുടെ മലയാള സിനിമ തുടങ്ങിയിട്ട് ആദ്യ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പം 75 വർഷമായിട്ടുള്ളൂ. ഞാൻ 38.5 വർഷമായിട്ട് സിനിമാ ഫീൽഡിലുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച നസീർ സാറായാലും അടൂർ ബാസി സാറായാലും ബഹദൂർ സാറായാലും ഉമ്മർ സാറായാലും എൻ്റെ 100-ലധികം ആക്ടേഴ്സ് മരിച്ചുപോയി. ഇവരെല്ലാം ഞാൻ അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരെല്ലാം എനിക്ക് ഗുരുതുല്യരാണ്. അപ്പോൾ എനിക്ക് സത്യം മാസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടില്ല, കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ജയൻ, ഇങ്ങനെ എല്ലാവരുമായിട്ടും ഞാൻ അഭിനയിച്ചു. സോമൻ സുമാരൻ എന്നുള്ളൊരു വലിയ നിരയുണ്ട്. അപ്പോൾ ഇവരെല്ലാം തമാശ പറഞ്ഞു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, അങ്ങനെ നമ്മൾ ജീവിച്ചവരില്ലേ. അപ്പോൾ അവരൊന്നും ഇന്നില്ല. അപ്പോൾ ഈ 100-ാം വർഷം ആഘോഷത്തിൽ എൻ്റെ അടുത്ത് ഒരാളുടെ പേര് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയായാലും നന്നായിട്ട് അഭിനയിച്ചാൽ അതിൻ്റെ അടുത്തൊരു ആരാധന തോന്നും. ഉദാഹരണത്തിന് 6-ാം തമ്പുരാൻ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് മോഹൻലാലുമായിട്ട് അഭിനയിക്കാൻ വരെയാണ് മഞ്ജു ആയിരുന്നു. മഞ്ജു വാര്യർ അതിന് മുമ്പ് കുറച്ച് പടങ്ങളെ അഭിനയിച്ചുള്ളൂ, 1-2 സിനിമകളൊക്കെ അഭിനയിച്ചുള്ളൂ. പക്ഷേ മഞ്ജു വാര്യർ അവിടെ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ക്രൂവിൻ്റെ ഇടയിൽ നിന്ന് മോഹൻലാൽ പോലും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതിഗംഭീര പ്രതിഭയില്ല, ആ കുട്ടിയുടെ മുഖത്ത് മിന്നി പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പടത്തിലുള്ള ആരാധന തോന്നി. എനിക്കുള്ള ആ ആരാധനയാണ് ആ കുട്ടിയെ വെച്ചിട്ട് മഞ്ജു വാര്യരെ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതി പൊട്ടും തൊട്ടുന്ന സിനിമ എടുത്തത്. അതിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അസാധ്യ ആർട്ടിസ്റ്റാണ്. 10-20 പടം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നും ഞാൻ പറഞ്ഞില്ലേ, മലയാളീസിൻ്റെയൊക്കെ മനസ്സിൽ അവർ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അഫ്കോഴ്സ് ഇനി വരുന്ന പടങ്ങളിലും പ്രതീക്ഷയുണ്ട്. അവർ പുതിയതായിട്ട് വരികയാണല്ലോ വീണ്ടും. സാർ സൗഹൃദം വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. ഞാൻ സാറിനോട് പെട്ടെന്ന് ചോദിക്കാം, സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് വരാൻ പറഞ്ഞാൽ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കേന്ദ്ര ഞാൻ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായമുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, എൻ്റെ ഒരു 3 ജനറേഷൻ അല്ലെങ്കിൽ 4 ജനറേഷൻ പറഞ്ഞിട്ട് ഒരു കലാകാരൻ പോലും സിനിമയിലോ നാടകത്തിലോ ഒന്നുമില്ല. ഞാൻ ഈ സിനിമയിൽ വന്നു പെട്ടതെല്ലാം ഓരോ സുഹൃത്തുക്കളുടെ സഹായങ്ങളാണ്. ഓഫ്കോഴ്സ് നമ്മുടെ കഠിനാധ്വാനം ഈശ്വരത്തിനുണ്ടെങ്കിലും സൗഹൃദമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഏത് മേഖലയിൽ ചെന്നാലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിൽ ഇന്ന ഒന്നുമല്ല. സുഹൃത്തുക്കളില്ലാതെ, സുഹൃത്തുക്കളുമായിട്ട് മീറ്റ് ചെയ്യാതെ ഒരു ദിവസം മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റില്ല തന്നെ. എന്നാലും സാറിന് ആരെങ്കിലും ഒരാളുടെ പേര് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ആവശ്യം എനിക്ക് ഒരുപാട് എനിക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് കുഞ്ചനെയാണ്. കാരണം ഞാൻ 1973 തൊട്ട് 75 ഒരു അടയാർ ഫിലിം ഷൂട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ട് സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് കോടമ്പക്കത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുമ്പോൾ അന്ന് കോമഡി റോളുകൾ ചെയ്യുന്ന ആളാണ് കുഞ്ചൻ. എനിക്കന്ന് ബുദ്ധിമുട്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വീട്ടിൽ നിന്ന് വരുന്ന പൈസ വാടക കൊടുക്കാൻ പോലും തികയത്തില്ല. അന്നത്തെ ദിവസമൊക്കെ എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കുക, ഒരു ഷർട്ട് വാങ്ങിച്ചു തരിക, ഭക്ഷണം വാങ്ങിച്ചു തരിക, അല്ലെങ്കിൽ കുഞ്ചൻ ഏതെങ്കിലും ഒരു പടത്തിന് മുമ്പ് ഇന്ന പടത്തിലൊരു ഒഴിവുണ്ട്, ആ റോൾ ചോദിച്ചു നോക്കുക. അന്നത്തെ സുഹൃത്ത് ബന്ധം കുഞ്ചനും ഞാനുമായിട്ട് ഇന്നും തുടരുന്നുണ്ട്. ഇന്നും കുഞ്ചൻ്റെ വീട്ടിൽ കുഞ്ചൻ പറയും, കുഞ്ചൻ്റെ കൂടെ കുഞ്ചൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ മകനാണ് ഞാനെന്ന് പറയും. ഞങ്ങൾ സഹോദരങ്ങൾ പറയണം. അവരുടെ വീട്ടിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ടും, എൻ്റെ വീട്ടിൽ എന്ത് ആവശ്യം അങ്ങോട്ടും വിളിക്കാറുണ്ട്. കുഞ്ചൻ്റെ 2 പെൺകുട്ടികളാണ്, അത് 2 എൻ്റെ മക്കളെ പോലെയാണ്. അതല്ല തിരിച്ച്. സാർ, അതുപോലെ ന്യൂ ജനറേഷൻ മൂവീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഉള്ളൊരു സംസാരമാണ്. ഒരു ഇൻ്റർവ്യൂസ് പോലും കാണില്ല അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാത്ത. സാറിന് എന്താ സാർ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക് തട്ടിപ്പാണ്. അങ്ങനെ ഒന്നുമില്ല. സിനിമ സെറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് അന്ന് PN മേനോൻ ഔട്ട്ഡോറിൽ കൊണ്ടുവരുന്നത്. ഓളവും തീരവും കുറേ സിനിമ ഉണ്ട്. അത് അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമ ഫാസിലെടുത്തപ്പോൾ അത് അന്നത്തെ ന്യൂ ജനറേഷനാണ്. മോഹൻലാലിനെ കൊണ്ടുവരും. മണിയമ്പിള്ള ബാലേന്ദ്രനും എടുക്കുമ്പോൾ അത് അന്നത്തെ ന്യൂ ജനറേഷനാണ്. അപ്പോൾ എല്ലാ കാലത്തും എന്തെങ്കിലും പുതുമയായിട്ട് സിനിമകൾ വരും. ഉടനെ അതിന് പ്രത്യേക ലേബിളിലാക്കി വേറൊരു ഗ്രൂപ്പാക്കി മാറ്റുന്നതൊക്കെ തെറ്റാണ്. നല്ല സിനിമകൾ കാണാൻ ഇവിടെ എപ്പോഴും ആളുണ്ട്. എത്രയോ ന്യൂ ജനറേഷൻ പടം വന്നിട്ട് ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ഗ്രേഡിൽ എത്രയോ സിനിമകൾ പൊളിഞ്ഞു വരിക്കും. അപ്പോൾ ആ ന്യൂ ജനറേഷൻ വാക്കില്ല. സിനിമ എന്ന് പറയുന്നത് നല്ല സിനിമകൾ. അതിനകത്തൊരു ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ ഒന്നൊന്നുമില്ല. അതുപോലെ തന്നെ സാറിൻ്റെ മകൻ നിരഞ്ജൻ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലൂടെ നമ്മുടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. സാർ എങ്ങനെയാണ് മകൻ്റെ അഭിനയത്തെ വിലയിരുത്തുന്നത്? അല്ല, മകൻ്റെ അഭിനയത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. കാര്യം വെച്ചാൽ അയാൾ കുട്ടിക്കാലം തൊട്ട് തന്നെ വളരെ ടാലൻറ്റാണ്. എന്തിന് കുഞ്ഞ് ജനിച്ചിട്ട് പേരിട്ടത് കുറിച്ചേട്ടാണ്. അന്നേ അദ്ദേഹം പറഞ്ഞു വലുതാകുമ്പോൾ സിനിമ നടന്നത്. ഞാൻ പറഞ്ഞു ഈ 28 ദിവസം പ്രായം കുഞ്ഞിനെ നോക്കിയിട്ട് എങ്ങനെ ചേട്ടനത് പറയാം, നീ നോക്കിക്കോ, ഞാനൊന്ന് അപ്പോൾ ജീവിച്ചിരിപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെയാണ് ഇപ്പോൾ നിരഞ്ജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. BCom സെക്കൻഡ് ഇയർ മാറി വെനീസ് കോളേജിൽ. ഇതിനിടയ്ക്ക് വേറെ പടങ്ങളും ഓഫർ വന്നെങ്കിലും ഒരു അട്രാക്ഷൻ അതിനകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രമില്ല. പിന്നെ അല്ലെങ്കിൽ പരീക്ഷ എടുത്തു. ഇപ്പോൾ ഇനി ഒരു നല്ല വേഷവും നല്ല സെറ്റപ്പും ഒക്കെ ഒത്തുവന്നൊരു കഥ വന്നത് ഈ ഡിസംബറിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട് നിരഞ്ജൻ്റെ. സാറിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ പ്രേക്ഷകരെ നല്ല സിനിമകൾ കാണണം.
അല്ലാതെ ഇതിനകത്ത് ന്യൂ ജനറേഷനോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആൾക്കാരുടെ നമ്മുടെ ടേസ്റ്റ് മുഴുവൻ ആൾക്കാർ തമിഴ് പടത്തിൻ്റെ പറയില്ല. ശരിക്കും ചില തമിഴ് പടത്തിന് ഞാൻ പറയില്ലേ, വെളുപ്പിന് 5 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് 3 തിയേറ്റർ ഇടുമ്പോൾ 3 തിയേറ്ററും ഫുള്ളാണ്. മലയാള പടം 11 മണിക്ക് ന്യൂസ് ഷോ വലിഞ്ഞാണ് ഫുള്ളാകും. അപ്പോൾ ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് ഒരു കുറച്ച് തറ പാക്കേജ് തന്നെ പറയാം. 3-4 പാട്ടുകൾ, വെടിവെയ്പ്പ്, സ്ലോ മോഷൻ കാര്യങ്ങൾ, ഒരു ആട്ടഹാസങ്ങൾ, കോമഡി, ഇതിൻ്റെ പിറകിൽ ആൾക്കാർ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ കൊണ്ട് അങ്ങനെ വലിയ പടങ്ങൾ അങ്ങനെയുള്ളൊരു എൻ്റർടൈനർ ഒരു പാക്കേജ് പടങ്ങൾ ഇപ്പം മലയാളത്തിൽ എടുക്കുന്നത് ദിലീപാണ്. അതുകൊണ്ടാണ് ദിലീപിൻ്റെ പടങ്ങളൊക്കെ ഭയങ്കര സക്സസ് ആണ്. കാര്യം ദിലീപിൻ്റെ പടത്തിന് 3 മണിക്കൂർ നീളം ഉണ്ടെങ്കിലും ഭയങ്കര രസമായിട്ട്, ഞാൻ മണിയടിക്ക് പറയുന്നതല്ല, ദിലീപ് ഒരു പടത്തിന് എന്നെ വിളിക്കാറില്ല, എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ ദിലീപിൻ്റെ പടങ്ങൾ നല്ല എൻ്റർടൈനേഴ്സാണ്. അതുകൊണ്ടാണ് അതിന് ഭയങ്കര കളക്ഷൻ വരുന്നത്, ഹിറ്റാവുന്നത്. നല്ല സിനിമകൾ പ്രേക്ഷകരെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുക. തീർച്ചയായിട്ടും നല്ല പടങ്ങളാണ്. ഇത് ആൾക്കാർ അഭിപ്രായം അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇവിടെ തമിഴ് പടത്തിന് അഭിപ്രായം ഒന്നും അറിയണ്ട. തലേ ദിവസം 5 ലിറ്റർ പാലും വാങ്ങിച്ച് ശ്രീകുമാരൻ നടയിരിക്കണം തല വഴി ഒഴിക്കാനും ഒക്കെ ആയിട്ട്. സർ, ഇടുക്കി ഗോൾഡ് ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ആ സിനിമ നൽകിയ അനുഭവം എന്താണ്? അത് എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സംഭവം വെച്ചാൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്ന ആഷിഖ് കപൂർ എന്നുള്ള ഡയറക്ടർക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സോൾട്ട് ആൻഡ് പെപ്പർ ആയാലും ശരി, 22 ഫീമെയിൽ ആയാലും, ഡാതരി ആയാലും ശരി, ഞാൻ ഡാതരിയിൽ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ വന്ന് ഈ പടം വെച്ചിരുന്നത് പുള്ളി ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റാർ വാല്യൂവിന് പറയാൻ പോകാറില്ല, സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആക്ടേഴ്സിനെ ഇടാറുള്ളൂ. ഇപ്പോൾ ഇതിനകത്തുള്ളത് ഞാൻ, രവീന്ദ്രൻ, വിജയരാഘവൻ, ബാബു ആന്റണി, പ്രതാപ് പോത്താണ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ്. 50-55 വയസ്സായവർ പഴയ സ്കൂൾ ലൈഫിലോട്ട് പോകുന്നതാണ്. സൗഹൃദമാണ് ഏറ്റവും വലുതെന്ന് ആണ് പുള്ളി അതിൻ്റെ ഒരു കണ്ടൻറ്റ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പടം എടുക്കാൻ വന്നപ്പോൾ അതിൻ്റെ പുറകിൽ റിസ്ക് ഇല്ലെന്ന് ചോദിച്ചാൽ ഒരു റിസ്ക്കും ഇല്ലയെന്ന് പറഞ്ഞിട്ട് രജപുത്ര രഞ്ജിത്ത് എന്നുള്ള പ്രൊഡ്യൂസർ വന്നു. അപ്പോൾ തന്നെ നല്ലൊരു കോമ്പിനേഷൻ, നല്ല സിനിമകൾ എടുക്കുന്ന ആളാണ് ഈ രഞ്ജിത്ത്. അങ്ങനെ ഈ പടം എടുത്തു. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉള്ളതുപോലെ തന്നെ പടം തിയേറ്ററുകളിലൊക്കെ അത് ഗംഭീര സക്സസ് ആയി. പടം ഇപ്പോൾ 50-ാം ദിവസം ഒക്കെ ആയിട്ടുണ്ടല്ലോ പല തിയേറ്ററുകളിലും. പടം നല്ല കമേഴ്സ്യലായിട്ടും ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. പ്രൊഡ്യൂസറിന് ഭയങ്കര സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി. നമുക്കുമൊക്കെ നമ്മളെ അഭിനയിച്ച എല്ലാവർക്കും നല്ലൊരു മൈലേജ് ഉണ്ടായി. മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിന് വളരെയേറെ വാല്യൂ നൽകുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ തൃപ്തിയുണ്ട് സാർ. അതുണ്ട്. പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം. ഞാനിപ്പോൾ സിനിമയിലൊരു ആർക്കെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. ഒരു കല്യാണം, ഒരു മരണമോ വന്നാൽ എല്ലാത്തിലും സംബന്ധിക്കുന്ന ഒരാളാണ് ഞാനാണ്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് പണ്ട് പോലെ. കാര്യം അത് സൗഹൃദം വലുത്. ഫ്രണ്ട്സ് ഇല്ലാതെ, ഞാൻ പറഞ്ഞു നേരത്തെ, ഫ്രണ്ട്സ് ഇല്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഫ്രണ്ട്സുമായിട്ട് ഫ്രീ ആയിട്ട് തമാശ പറഞ്ഞിരിക്കാനും ഒക്കെ വലിയ രസമുള്ള കാര്യമാണ്. ഈ 2 സിനിമ കൂടാതെ അടുത്ത സാറിൻ്റെ പ്രോജക്റ്റ് എന്താണ്? അടുത്ത ഇനി ഇപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു പുതിയ പടം ഉടനെ തുടങ്ങുന്നുണ്ട്. ഡിസംബറിൽ പുതിയ ഡയറക്ടറുടെ ആണ്. അതും അവരെന്നെ മെയിൻ റോൾ വെച്ച് ഞാൻ എന്നെ ഇനി ഈ 2 പടങ്ങളും വന്നതിൻ്റെ കെയർ ഓഫിൽ മെയിൻ റോളിലൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് റോള് കിട്ടിയാൽ മതി. ഇനി 3 ദിവസം വർക്കായാലും ശരി, നല്ലൊരു ക്യാരക്ടർ. എന്താ പറയുക, ഞാൻ വന്നിട്ട് ഈ പറഞ്ഞൊരു 38 വർഷമായി, 400 സിനിമ കഴിഞ്ഞു. ഇനി ഈ നായകൻ മറ്റേ മറിച്ചത് അങ്ങനെ ഒന്നുമില്ല. ഇനി ഇവൻ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടുള്ള അഭിനയിക്കാൻ തയ്യാറാണ്. അല്ല, എന്നാലും സാർ ഈ യൗവനം നിലനിർത്തുന്നതിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നത് കാര്യം, ഒരാൾ ഇപ്പം ഞാൻ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പലരും റിട്ടയറായി അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സായി വൃദ്ധനായിട്ട് എന്നെ അവർ ചോദിക്കും. ഞാൻ ഇതിനുവേണ്ടി പ്രത്യേകം മരുന്ന് കഴിക്കുന്നോ പ്രാർത്ഥനയൊന്നുമില്ല. കാര്യം എന്നും നമ്മളെപ്പോഴും വളരെ സന്തോഷവാനായിരിക്കും ജീവിതത്തിൽ. ഇന്നലെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ടൊരു കാര്യമില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നേற்று என்றது കയ്യിലില്ലേ, നാളെ என்றது ചേപ്പിലില്ലേ എന്ന് തമിഴ് പാട്ടുള്ളത്. ഇന്നലെ കഴിഞ്ഞു പോയി. നമ്മുടെ കയ്യിലുള്ളത് ഇന്നത്തെ ദിവസമാണ്. നാളെ നേരം വെളുക്കുമ്പോൾ നമ്മളുണ്ടാവുമോ, ഭൂമി ഉണ്ടാവുമോ, നമ്മളുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്യുക മാക്സിമം. സുഹൃത്തുക്കളുമായിട്ട് തമാശ പറയുക, നല്ല ഭക്ഷണം കിട്ടുകയും കഴിക്കുക, നമ്മുടെ എൻജോയ്മെൻറ്റ്സിന് മുൻതൂക്കം കൊടുക്കുക. ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക, കഴിയുന്ന സഹായം ചെയ്യുക. ഇന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആ ഇന്നിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും എൻ്റെ സംബന്ധിച്ചോളം ആഘോഷമോ ഒക്കെയാണ്. തിരുവോണ ദിവസം മാത്രമാണോ ഒരാൾക്ക് സന്തോഷം വരേണ്ടത്? 360 ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സന്തോഷമായിരിക്കണം. നിർമ്മാതാവെന്ന നിലയിൽ സാറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ മൂവി ഏതാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഈ ആൾക്കാർ, എനിക്ക് എല്ലാ പടങ്ങളും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പം എടുത്ത പടം ഞങ്ങൾ ഹലോ മൈ ഡിയർ റോങ് നമ്പറാണ് ആദ്യം ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് എടുത്ത പടമാണ്. മോഹൻലാലും ഞാനും പ്രിയനും എല്ലാം കൂടെ പാർട്ട്ണർഷിപ്പ്. വെള്ളാനങ്ങളെന്നാണ് എനിക്ക് സംതൃപ്തി തരുന്ന ഒരു പടമാണ്. കാരണം മോഹൻലാലിൻ്റെ 10 ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ, മൈൽ സ്റ്റോൺ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ഒന്ന് അതിനകത്ത് CP നായരാണ്. ഉഗ്രം പടമാണ്. ഓട്ടോ മോഹൻലാലിനെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചോളം നല്ലൊരു എൻ്റർടൈനർ, ആ വർഷം സൂപ്പർ ഹിറ്റാണ്. 3 അനശ്വരം കുത്തുവാല എടുത്ത പടമാണ്. അതുകൊണ്ട് ആ പടം എനിക്കിഷ്ടമില്ല. ആ പടം ശരിയായില്ല. അതുകൊണ്ട് തന്നെയാണ് അത് പബ്ലിക് റിജക്റ്റ് ചെയ്തത്.
പിന്നെ നാലാമത്തെ കണ്ണെഴുതി പൊട്ടുന്നു, അതൊരു നല്ല സിനിമയാണ്, എനിക്ക് അതിൻ്റെ ഓർമ്മകളുണ്ട്. പിന്നെ വർഷങ്ങൾ ശേഷം അനന്തഭദ്രം, സന്തോഷ് ശിവനെ പോലെ ഒരു ടെക്നീഷ്യനെ വെച്ച് ഇവിടെ എത്ര പേർക്ക് ഭാഗ്യം ഉണ്ടായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി. കാരണം അത് അസാധ്യ ക്യാമറാമാനാണ്, അസാധ്യ ഡയറക്ടറാണ്, അസാധ്യ കലാകാരനാണ്. ഏത് നിമിഷവും മനസ്സിൽ അങ്ങനെയൊക്കെ വണ്ടി ഇടിക്കും കേട്ടോ എവിടെയെങ്കിലും. എന്താ പറയുക, ഏത് നിമിഷവും സിനിമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അത്ഭുത മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സന്തോഷ് ശിവനെ. അത് കഴിഞ്ഞ് പിന്നെ ചോട്ടാ മുംബൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അൻവർ റഷീദ് എന്നുള്ള നല്ല ബെസ്റ്റ് ഡയറക്ടർ, അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു നാൾ വരും എന്നുള്ള പടത്തിനകത്ത് സമീത റെഡ്ഡി ഇവർ രാജീവ് കുമാറൊക്കെ ആയിട്ട് ആ ഒരു അനുഭവങ്ങളും മറക്കത്തില്ല. പിന്നെ എനിക്ക് വളരെ എൻ്റെ മകൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ പറയാനില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, നെറ്റിൽ തന്നെ ഇപ്പോൾ 5 ലക്ഷം പേരോളം കണ്ടു. ഒരു ബ്ലാക്ക് ബട്ടർസ് എന്നുള്ള നല്ല സിനിമയാണ്. തമിഴിൽ നന്നായിട്ട് ഓടിയ പടത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് വഴക്ക് N/80 എന്നുള്ള പടത്തിന് റൈറ്റ്സ് വാങ്ങിച്ചിട്ട് എടുത്താണ്. രഞ്ജിത്ത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മകനല്ല, അതിനകത്ത് വേറെ അഭിനയിച്ച പെൺകുട്ടികൾ പയ്യന്മാർ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചൊരു നല്ല സിനിമയാണ്. പക്ഷേ എന്തോ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടോ ആ സമയത്ത് റിലീസ് എൻ്റെ കുഴപ്പം കൊണ്ടോ എന്തോ ആ പടം കമേഴ്സ്യലി ക്ലിക്കായില്ല. പക്ഷേ ഈ ചാനലിൽ ഓണത്തിനാണ് കാണിച്ചത്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വന്ന പടം അന്ന് സൂപ്പർ സ്റ്റാർസിൻ്റെ പടം ഉണ്ടായിട്ട് ഈ പടമാണ്. ദീപാവലിക്കും അവരത് റിപ്പീറ്റ് ചെയ്തു വേറെ ചാനലിൽ. ആ പടം ഒരുപാട് പേര് കണ്ടില്ല എന്നുള്ളൊരു ദുഃഖമേ ഉള്ളൂ. നല്ല സിനിമയാണ്. സാറിൻ്റെ ലേറ്റസ്റ്റ് ഫിലിമായ നമ്പൂതിരി യുവാവറ്റ് 43 ഏറ്റവും നല്ല വിജയമാകട്ടെ, എല്ലാവരും പോയി കാണണം എന്ന് ഞാൻ പറയുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്പൂതിരി അല്ലേ? അതെ. അപ്പൊ ഈ പടം ഒന്ന് കാണണം കേട്ടോ. ഫാമിലിയുടെ മനസ്സൊന്ന് മാറട്ടെ. പ്രായമൊന്നും അല്ലൊരു പ്രശ്നം കേട്ടോ. ഒന്ന് കണ്ടോളൂ. അപ്പോൾ കാണാൻ പഠിക്കണ്ട കേട്ടോ. ശരി, താങ്ക് യു.